നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ നിന്ന് FC ബാഴ്സലോണ കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ എൽച്ചയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ 1:30 കളി. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. ബാഴ്സക്ക് ഇപ്പോൾ റയലുമായിട്ട് ഒറ്റ പോയിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 21 കളി 52 പോയിൻറ്റ്, റയലിന് 21 കളി 51 പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളിയും ഇനി റിലാക്സ് ചെയ്യാൻ പറ്റില്ല. പോയിൻ്റ് ഡ്രോപ്പ് ചെയ്താൽ പണി കിട്ടും. ഹാൻസി ഫ്ലിക്കിനെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ വീക്കെൻഡിൽ റയലിൻ്റെ കളിക്ക് മുമ്പ് ബാഴ്സയുടെ കളി നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും അതിപ്പോൾ എപ്പോൾ കളിച്ചാലും നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം ഈ സീസണിൻ്റെ അവസാനം എത്താൻ നമുക്ക് പോകാനുണ്ട്. അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, റയലിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ഞങ്ങളെപ്പോലെ തന്നെ. പക്ഷേ വിയാറയിലും അത്ലറ്റിക്കോ മാഡ്രിഡും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു പോരാട്ടം എന്ന രൂപത്തിൽ ഇതിനെ കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഈ കളിയെക്കുറിച്ച്, ഇവർ തമ്മിലുള്ള ഈ കിരീടപ്പോരിനെക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് പറയുന്നത്. എന്തായാലും ഫ്ലിക്ക് അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒരു ലക്ഷ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ലാ ലീഗ മാത്രമല്ല, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി വർക്ക് ചെയ്യുക, എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. അത് ഫാൻസിൻ്റെ മാത്രം ലക്ഷ്യമല്ല, ഞങ്ങളുടെ കൂടി ലക്ഷ്യമാണ്. സോ അതത്ര എളുപ്പമല്ല, വർക്ക് ചെയ്തേ പറ്റൂ. എല്ലാവർക്കും ചാമ്പ്യൻസ് ലീഗ് വേണം, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് കോമ്പറ്റീഷൻ. ഇപ്പോൾ പുതിയ ഫോർമാറ്റിൽ തീർച്ചയായിട്ടും അവസാന മത്സരങ്ങളൊക്കെ വളരെ വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു. ആരാധകരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് വളരെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. സോ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു കിരീടം നേടുകയാണെങ്കിൽ അത് മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. ഞങ്ങളുടെ ശ്രമവും അതിന് തന്നെയാണ് എന്നുകൂടി ഫ്ലിക്ക് പറയുന്നുണ്ട്. അതിൽ ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും ബാഴ്സയുടെ 11 എന്നുള്ളത് കൂടി നമ്മൾ നോക്കുകയാണ്. സ്പോർട്ട് നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ്യ, പിന്നെ കൂണ്ടെ, പൗ കുബാർസി, റിക് ഗാർഷ്യ, ബാൽഡെ, പിന്നെ ഫ്രങ്കി, ഡാനി ഓൾമോ, ഫെർമിൻ, ലാമിൻ യമാൽ, ഫെറാന്, റാഫീഞ്ഞ എന്നിവരൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബാഴ്സ വിജയിച്ചേറുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.